ഇന്ന് പകൽക്കാലം നമുക്ക് 1 കൊരിന്ത്യർ 9 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ചില ആഴ്ചകളായിട്ട് നമ്മുടെ ചർച്ചിൻ്റെ മൂല്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിനേഡ് ചർച്ചസിൻ്റെ പല മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കൾച്ചറലി റെലവൻറ്റ് മിഷൻ, സംസ്കാരത്തിന് അനുയോജ്യമായ ദൗത്യം. കൾച്ചറൽ റെലവൻറ്റ് മിഷൻ എന്നുള്ളതിൻ്റെ മലയാളത്തിലെ തർജ്ജമ ഗൂഗിൾ ട്രാൻസ്ലേറ്റും പിന്നെ 2-3 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. പല മലയാളത്തിലോട്ടുള്ള തർജ്ജമകൾ കിട്ടി. ഞാൻ സെലക്ട് ചെയ്തത് എനിക്ക് പറയാൻ എളുപ്പമുള്ളത് ഞാനങ്ങ് സെലക്ട് ചെയ്തു. അത് ഏറ്റവും നല്ല തർജ്ജമയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറയാൻ എളുപ്പമുള്ളത് മാത്രം ഞാനങ്ങ് സെലക്ട് ചെയ്തു. സംസ്കാരത്തിന് അനുയോജ്യമായ ദൗത്യം, കൾച്ചറലി റെലവൻറ്റ് മിഷൻ. എന്തുവായി മിഷൻ? എന്തുവായി ദൗത്യം? ആരുടെ ദൗത്യം? നമ്മൾ മറക്കല്ലേ, ആദ്യത്തെ മിഷണറി ആരാന്നുള്ള മറക്കല്ലേ കേട്ടോ. ഈ ലോകത്തിൽ ആദ്യത്തെ മിഷണറി നമ്മുടെ പിതാവായ ദൈവമായിരുന്നു. ആദാമും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞിട്ട് ആദാമിനെ തേടിപ്പോയി. ആദാമേ നീ എവിടെ എന്ന് ചോദിച്ച്, ഓർക്കുന്നുണ്ടല്ലോ. ആന്ത് കാണിക്കുന്നത് ആദ്യത്തെ മിഷണറി നമ്മുടെ പിതാവായ ദൈവമാണ്. ആദാമിനെ തേടിപ്പോയ ഭയങ്കര ഒരു സ്നേഹം ഇന്നും നമ്മളോടും ആ ഒരു ക്ഷണം നമുക്കുമുണ്ട്. നമ്മളും ഇന്നും ആ പിതാവ് അതേ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നും സ്വർഗസ്വനായ പിതാവ് അതേ ദൗത്യം ചെയ്ത്. താങ്ക് യു സൂസൻ, ആ ഒരു ആഹ്വാനം കൊടുത്തതിന് നന്ദിയുണ്ട്. നല്ലൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്തില്ലേലും പിതാവിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നാലും നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് വലിയൊരു ഒരു പ്രിവിലേജ് ദൈവം തന്നിരിക്കുക. ദൈവത്തോട് കൂടെ ഒന്ന് ചേർന്ന് നിൽക്കുക, ദൈവം പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ കൂടെ ചേർന്നങ്ങ് നടക്കുക. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് വലിയ കാര്യം ചെയ്തെടുക്കുന്നു എന്നല്ല, എന്നാലും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയുടെ കൂടെ നമ്മളും ചേർന്ന് നിൽക്കുന്നതാണ്. അതാ യഥാർത്ഥമായിട്ടൊരു സത്യം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, തലമുറകളുണ്ടായി, പെരുകി, ലോകത്തിൽ പല ഭാഗത്തിലോട്ടും പെരുകിയെങ്കിലും പ്രളയം വന്ന സമയത്ത് ഒരു കുടുംബം മാത്രമേ ഉള്ളായിരുന്നു. ആ ഒരു കുടുംബത്തിൽ നിന്ന് നോഹ അല്ലേ, ആ ഒരു കുടുംബത്തിൽ നിന്ന് പിന്നെയും പെരുകി അനേക ജനങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഒരുമിച്ച് ഒരു പട്ടണം രൂപീകരിച്ച് വലിയൊരു ഗോപുരം നമുക്ക് പണിയാം. ഇനിയും ഇങ്ങനൊരു പ്രയാസം ഉണ്ടാകാതെ നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കി, നമ്മൾ തന്നെ ഒരു സംരക്ഷണമായിട്ട് നമുക്ക് തന്നെ ഒരുക്കാം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്ലാൻ വെച്ചിട്ട് അവർ പണി ആരംഭിച്ചു. അങ്ങ് സ്വർഗം വരെ എത്തുന്ന വലിയൊരു ഗോപുരം പണിയണമെന്നായിരുന്നു അവരുടെ പ്ലാൻ. ദൈവം എന്ത് ചെയ്തു? ദൈവം ഇറങ്ങി വന്നിട്ട് അവരുടെ ഭാഷ ബ്ലെൻഡ് ചെയ്തു, മിക്സ് ചെയ്തു, പല പല ഭാഷകൾ ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്ക് തമ്മിൽ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അത്രയും നാൾ ലോകം മുഴുവനും ഒരു ഭാഷയായിരുന്നു. അന്ന് പല ഭാഷകളും ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ആൾക്കാർക്ക് അങ്ങ് കൊടുത്തു. കേട്ടുണ്ടോ ചിലരുടെ സാക്ഷ്യങ്ങൾ? അവർക്കൊരു ഭാഷ അറിയത്തില്ലായിരുന്നു. ദൈവം അവർ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതമായിട്ട് പുതിയൊരു ഭാഷ നൽകിയെന്ന്. ഈവൻ വചനത്തിൽ അന്യഭാഷകളെക്കുറിച്ച് പറയുന്നു. മറ്റുള്ളവർ അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്യും. എന്നാലും ഇത് കാണുന്നത് ദൈവം ഇവർക്ക് പുതിയ ഭാഷ കൊടുത്തു. അപ്പോഴത്തേക്ക് അവർക്ക് ആൾക്കാർ സെപ്പറേറ്റ് ചെയ്തു, ഓരോ ഭാഷക്കാർ ഒരുമിച്ച് സെപ്പറേറ്റ് ചെയ്ത് താമസിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലോട്ട് മാറി പല സംസ്കാരങ്ങളായിത്തീർന്നു, പല കൾച്ചേഴ്സായിത്തീർന്നു. കാരണം എല്ലാവരും ഒരുമിച്ച് കൂടുന്നില്ല. കേരളത്തിൻ്റെ പല ഭാഗത്ത് പോകുമ്പോൾ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണും അല്ലേ. ഒത്തിരി സൗത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള സംസാരം, ഒരു രീതിയിലുള്ള മലയാളമാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, കൾച്ചർ, സംസ്കാരത്തിന് വ്യത്യാസങ്ങളുണ്ട്. നോർത്തിലോട്ട് പോകുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ട്. സംസ്കാരങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെയും ഞാൻ ഓർപ്പിക്കുന്നു, ആദ്യത്തെ മിഷണറി നമ്മുടെ സ്വർഗസ്വനായ പിതാവാണ്. ആ പിതാവ് നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നു. നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന്
ആ ദൗത്യം നമ്മളും ഏറ്റെടുക്കാമോ? ആ ഒരു ക്ഷണം ദൈവം നമുക്ക് തരുന്നു. ഈ ഒരു വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യാമോ? യാ 1 കൊരിന്ത്യർ 9 19 തൊട്ട് 23 വരെ. മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. 1 കൊരിന്ത്യർ 9 അതിൻ്റെ 19 തൊട്ട് 23 വരെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ തേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സ്തോത്രം. സുവിശേഷത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. 2 സ്ലൈഡ് മുന്നോട്ട് പോകാം. ഇത് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമ്മുടെ ലക്ഷ്യം ഇതാണ്, എല്ലാവരെയും ക്രിസ്തുവിങ്കിലേക്ക് നേടാൻ വേണ്ടി. ആ വാക്യം കണ്ടില്ലേ? ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടുന്നതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ സ്വതന്ത്രനാ, ക്രിസ്തുവിൽ സ്വതന്ത്രനാ. ഒരു റോമൻ പൗരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നിലത്തിലും സ്വതന്ത്രനാ. എന്നാലും ഒരു ദാസനെ പോലെ ഉള്ള ഒരു മനോഭാവം. ഒരു ദാസനെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ദാസനെ പോലെ ജീവിക്കാൻ തീരുമാനമെടുക്കുക. എന്തിന്? ആ ദൗത്യത്തിന് വേണ്ടി. യഹോവയായ ദൈവം ആദ്യം ഒരു മിഷണറിയായിട്ട് ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും മിഷണറിമാരായിട്ട് യഹോവയുടെ ദൈവത്തിൻ്റെ കൂടെ നമ്മളെ വിളിച്ചിരിക്കുക. ആ ഒരു ദൗത്യം നിറവേറ്റണമെങ്കിൽ നമ്മളൊരു ദാസനെ പോലെ ആയിത്തീരണം. അപ്പം നമ്മൾ ചിന്തിക്കും, അതിൻ്റെ ആവശ്യം എന്തിനാ ഒരു ദാസനെ പോലെ ആവുന്നത്? ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി. എന്നാലും യേശുവിൻ്റെ ജീവിതം നോക്കിയേ. യേശു എങ്ങനെ വന്ന്? ഒരു രാജാവിനെ പോലെ ആയിരുന്നോ? ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായിട്ടൊരു വ്യക്തിയെ പോലായിരുന്നോ? ഇത്തിരി ധനമുള്ള ഒരു വ്യക്തിയായിട്ടാണോ? അല്ല. വളരെ സാധാരണമായിട്ടൊരു കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു. അത് മാത്രമല്ല, ഓർക്കണം, യേശുവിനെ ഒറ്റുകൊടുത്തിയ ആ ദിവസം 12 ശിഷ്യന്മാർ, അനേക ശിഷ്യന്മാരുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. എന്നാലും യേശുവിനെ ഒറ്റുകൊടുത്ത ആ രാത്രിയിൽ ഓർക്കുന്നോ? യൂദ യേശുവിനെ ഒറ്റുകൊടുത്ത എങ്ങനെയാ? ചൂണ്ടിക്കാണിക്കാൻ വരുന്നത് കണ്ടോ? ആ സ്പെഷ്യലായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമായിട്ടൊരു വസ്ത്രം ധരിച്ചിരിക്കുന്ന അദ്ദേഹത്തെ അങ്ങനൊന്നുമില്ല. ഒന്നും ഈ 12 ശിഷ്യന്മാരുടെ കൂടെ, അല്ലെങ്കിൽ അന്ന് 11 പേരുണ്ട്, ആ 11 ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒന്നും സ്പെഷ്യലായിട്ടില്ല. ഇവരുടെ കൂട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടാൽ. അതുകൊണ്ട് യൂദ മെനക്കെട്ട് യേശുവിൻ്റെ അടുത്ത് ചെന്ന് യേശുവിനെ ചുംബിച്ച് ഒറ്റുകൊടുക്കേണ്ടി വന്നു. ദാസനെ പോലെ യേശു കാണിച്ച ആ ഒരു അതിനെന്ത് പറയണം? അതൊരു സംസ്കാരമാണോ? ദാസനെ പോലെ അതൊരു മനോഭാവം അല്ലേ? ഒരു ജീവിത രീതി. അത് യേശു കാണിച്ചതാണ്. എന്നാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനെന്നുള്ളൊരു സംഭവം അകത്ത് കിടപ്പുണ്ട്. ഞാനൊരു ദാസനെ പോലെ ആകുകയെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പൗലോസ് ഒത്തിരി ആ സമൂഹത്തിൽ ഒത്തിരി സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു. കാരണം അതെല്ലാം വെടിഞ്ഞ് ഒരു ദാസനെ പോലാകാൻ വേണ്ടി യേശു
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ഈ മനുഷ്യനെ സൃഷ്ടിച്ച യേശു നമ്മുടെ ഇടയിൽ വന്നിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ടോപ്പ് സ്ഥാനത്ത് ഇരിക്കേണ്ടതല്ലേ? അതൊന്നും വേണ്ട. ഏറ്റവും താഴ്ന്ന ലെവലിൽ തന്നെ നിന്ന് ശുശ്രൂഷിച്ചത് എന്തിനായിരുന്നു? യേശു പറഞ്ഞത് എന്തുവാ ഓർക്കുന്നോ? യേശുവിൻ്റെ ദൗത്യം പറഞ്ഞത് ഞാൻ പാപികളെ നേടാൻ വേണ്ടി വന്നിരിക്കുക. വളരെ ക്ലിയറായിട്ട് യേശുവിൻ്റെ ദൗത്യം പറഞ്ഞു. ഞാൻ വേറെ ഒന്നിനുമല്ല വന്നത്. ഒരു സമയത്ത് ആൾക്കാർ യേശു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ട് യേശുവിനെ രാജാവാക്കാൻ വേണ്ടി റെഡിയായി. അവരുടെ നിന്ന് മാറി രക്ഷപ്പെട്ടു, എങ്ങനെയോ പോയി. യേശു പറഞ്ഞു ഞാൻ രാജാവാകാൻ വേണ്ടി ഒന്നും വന്നതല്ല. നമ്മളായിരുന്നേ പറഞ്ഞതിന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഒരു രാജാവായിരുന്നെങ്കിൽ അല്ല, ഞാനും ചിന്തിച്ചിട്ടുണ്ട് ആരും എന്നെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. എനിക്ക് ചിലപ്പം അതായിരിക്കും ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന അംഗീകാരം. ഞാനൊരു രാജാവായാലോ എന്ന് പറഞ്ഞൊരു ഞാൻ ചിന്തിക്കും. ഒരു സിംഹാസനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സിംഹാസനത്തെ ഇരുന്നാൽ ഒരു നല്ലൊരു കുപ്പായമൊക്കെ ഇട്ട് രാജാവിൻ്റെ ഒരു കിരീടമൊക്കെ വെച്ച് എന്തുമായിരിക്കും. ഞാൻ അതിനുവേണ്ടി ജനിച്ച ശരി, ഞാൻ ഇതിനു വേണ്ടി തന്നെ ജനിച്ച. യേശു പറഞ്ഞു ഇതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. യേശുവിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തയ്യാറായി. അതേപോലെ ദൗത്യം പൗലോസും ഏറ്റെടുത്തു. അതേ ദൗത്യം ദൈവം നമ്മളെ ക്ഷണിക്കുവാണ്. ഈ ദൗത്യം ഏറ്റെടുത്ത് നമ്മളും ഒരു ദാസനെ പോലെ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നേടാനുള്ള ഒരു മനോഭാവം, ടു വിൻ എവ്രി വൺ ടു ക്രൈസ്റ്റ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുവാന്നോ അവരെ ക്രിസ്തുവിലേക്ക് നേടാൻ വേണ്ടി ഒരവസരം. രണ്ടാമത്, മിനിസ്ട്രിങ് ടു റിലീജിയസ് പീപ്പിൾ. നോക്കിയേ 20-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? യഹൂദനെ നേടാൻ വേണ്ടി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. പൗലോസ് യഹൂദന്മാരോട് ഇടപെടുകയും പല മതങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടു. അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. എന്നാലും ബുദ്ധിയോട് അവരോട് ഇടപെടാൻ അറിയാമായിരുന്നു. ഒരു മതത്തെയും ചൂണ്ടിക്കാണിച്ച് അതിനെ താത്തുകെട്ടി പൗലോസ് ശുശ്രൂഷിച്ചില്ല. അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ താക്കുന്നുമില്ല. അവർ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നു. പല മതത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൽ. എന്നാലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരോട് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അതെന്തിന്? ആദമും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഈ ആൾക്കാർ നേടാൻ വേണ്ടി പിതാവ് ഇറങ്ങിത്തിരിച്ചു. ആ ദൗത്യം നമ്മൾ ഇന്നും അത് ഏറ്റെടുത്ത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും നമ്മൾ ഓർക്കുക, അവരെല്ലാവരും ദൈവം സൃഷ്ടിച്ചവരാണ്. അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോയ മക്കളാണ്. ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് അവരെ കുറഞ്ഞതായിട്ട് കാണരുത്. ഒക്കുവാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കുറഞ്ഞതായിട്ട് കാണാമോ? നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി നമ്മളെക്കുറിച്ചുള്ള മനോഭാവം അങ്ങ് കയറിപ്പോകാതെ നമ്മളെപ്പറ്റിയുള്ള ചിന്തകൾ വളരെ സിമ്പിളാക്കിയിട്ട് ഏത് മതത്തിലുള്ളവർ ആൾക്കാരാണോ അവരോട് ശുശ്രൂഷിക്കാനൊരു അവസരം നമ്മൾ എടുക്കണം. എന്നാലും ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. മറ്റുള്ളവരുടെ മതം തെറ്റാന്ന് എടുത്തു പറയാനോ അവർ ശരിയല്ല, നിങ്ങൾ ചെയ്യുന്ന ഇത് ശരിയല്ല, അത് ശരി, തർക്കം കൊണ്ട് നമ്മളൊരു വ്യക്തിയെ നേടാനൊക്കത്തില്ല. വേണമെങ്കിൽ ആർഗ്യുമെൻ്റ് നമുക്ക് ജയിക്കാം. ആ തർക്കത്തിന് നമ്മൾ ജയിച്ചു എന്ന് പറയാം. എന്നാലും ആ വ്യക്തിയെ നമ്മളൊരിക്കലും നേടാനൊക്കത്തില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ
ഒരു ദൈവപ്രവൃത്തിക്ക് ഒരു അവസരം കൊടുത്താൽ മതി. ചിലർ പറയും അവരുടെ തെറ്റ് പറഞ്ഞ് ശരിയാക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. തെറ്റൊക്കെയാ. എന്നാലും ആർക്കും തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ 2 AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കുഞ്ഞുങ്ങൾ, അവരെ കാണുവാണെങ്കിലൊന്നും ആരും പറയല്ലേ. അവരോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ വേണ്ട, ഞാൻ ഓരോ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോയി, നിങ്ങൾ ചിന്തിക്കുക ഇച്ചിരി കൂടുതലാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഈ ഡോറിൻ്റെ നേരെ മേളിൽ വരണം ഈ യൂണിറ്റ്. ആ അടുത്ത ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ് വേണ്ട, ഈ ഡോറിൻ്റെ നേരെ മേളിൽ വരണം, കറക്റ്റായിട്ട് സെൻറ്ററിലായിരിക്കണം എന്ന് ഓരോ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചപ്പോഴോ ആ ഡോറിൻ്റെ അവിടെ ഇങ്ങോട്ട് മാറിയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണോ, എൻ്റെ മലയാളത്തിൻ്റെ പ്രശ്നമാണോ, എന്ത് വന്നിട്ട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ മല്ല് പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജിജിയും സൂസനും കയറി വരുന്നത്. കുറേ മല്ല് പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഒന്ന് ശരിയായിട്ട് നേരെയാക്കി കിട്ടിയത്. ആർക്കും ഇഷ്ടമില്ല അവർ ചെയ്യുന്ന കാര്യം തെറ്റാന്ന് പറയുന്നതോ, അവരുടെ മനോഭാവം തെറ്റാന്നോ, അവരുടെ ഒരു കാര്യം തെറ്റാന്ന് പറയുന്ന ആർക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. നമ്മളതുകൊണ്ട് എന്തു ചെയ്യുന്നു? ചിലപ്പം പറയാൻ അങ്ങ് സഹിച്ചു നിൽക്കുന്നില്ലേ. ഞാൻ ഇന്ന് രാവിലെ ഇതിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, 10, 15, 20 വർഷം ഈ സഭയിലായിരുന്ന പലരുണ്ട്. നിങ്ങളൊക്കെ എന്നെ എന്ത് സഹിച്ചു കാണുമെന്ന് ഞാൻ ഓർക്കുവാണ്. നിങ്ങൾ ചിലപ്പം ചെയ്തു, ഈ പുള്ളി ഇങ്ങനെ, എനിക്കറിയാം ഒത്തിരി സഹിച്ചു കാണും. താങ്ക് യു, അതിനൊത്തിരി നന്ദിയുണ്ട്. മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഒരിക്കലും ശരിയാകത്തില്ല. പലരും അവരുടെ തെറ്റ് അവർ തന്നെ ഒന്ന് ഡിസ്കവർ ചെയ്ത് മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. പല മതത്തിലുള്ള ആൾക്കാർ അവരുടെ മതത്തിൻ്റെ തെറ്റോ, അവരുടെ മതത്തിൻ്റെ ക്രമക്കേടോ, അല്ലെങ്കിൽ അവരുടെ പള്ളിയെ കുറ്റം പറഞ്ഞോ, ഇതൊന്നും നമ്മൾ ചെയ്യാൻ കർത്താവ് നമ്മളെ വിളിച്ചിട്ടില്ല. കർത്താവിൻ്റെ സ്നേഹം അവർക്കൊന്ന് പകർന്നു കൊടുക്കുക, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒരു അവസരം കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ അവരുടെ ശരീരത്തിലോട്ട്, അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിലോട്ട് ഒന്ന് സ്വാഗതം ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടോ പലതും ദൈവം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരോടും അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറയുമല്ല. എന്നാലും ഞാൻ അവിശ്വാസികളോട് ശുശ്രൂഷിക്കുന്ന ഒരു കാര്യം ഞാനത് എടുത്തു പറയുക. പ്രത്യേകിച്ച് നമ്മളത് ഓർക്കണം. ഇപ്പം പല മതത്തിലുള്ള ആൾക്കാരോട് നമ്മൾ ശുശ്രൂഷിക്കുന്നു. നമ്മുടെ ലക്ഷ്യം അവരുടെ മതം തെറ്റാന്ന് പറഞ്ഞു കൊടുത്ത് ഇതാ ശരിയെന്ന് പറയും, അതല്ല ലക്ഷ്യം. അവർ ദൈവസാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ അവസരം കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിലോട്ടൊന്ന് സ്വാഗതം ചെയ്യുക. അവിടെ ഒരു ദൈവപ്രവൃത്തി അവരനുഭവിക്കും. അവരുടെ ശരീരത്തിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ, അവരുടെ വികാരത്തിൽ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കും. ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കുമ്പോൾ അവരുടെ ഹൃദയം ഒന്ന് കർത്താവിലോട്ടൊന്ന് തുറക്കും. പല കറക്ഷൻസും ദൈവം തന്നെ ചെയ്തെടുക്കും. സ്തോത്രം. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഒന്ന്, നമ്മുടെ ലക്ഷ്യം എന്തുവാ? എല്ലാവരെയും നമ്മൾ ക്രിസ്തുവിലേക്ക് നേടണം. രണ്ടാമത്, നമ്മൾ എല്ലാ മതത്തിലുള്ള ആൾക്കാരും അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മൾ അവസരം എടുക്കുക. മൂന്നാമത് 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ഒരു മതവും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. ചിലർ പറയും എനിക്കൊരു മതമില്ല, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ആരും എന്നെ നിയന്ത്രിക്കാൻ വരണ്ട, ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ തന്നെ സ്വയമായിട്ട് തന്നെ ജീവിച്ചോളാം. അതും ഈ പറഞ്ഞ പോലെ അവരെ ശരിയാക്കാൻ നോക്കിയാലൊന്നും നടക്കത്തില്ല. പൗലോസ് ഒരു യഹൂദനായിരുന്നു. എന്നാലും യഹൂദനല്ലാത്തവര്, ഒരു മതമില്ലാത്തവരും പല മതക്കാരും എല്ലാവരോടും ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു മനോഭാവം ഉണ്ടായിരുന്നു. എല്ലാവരോടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം.
അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ ഒക്കും? പല കാര്യങ്ങളും നമ്മളങ്ങ് പുറമോട്ട് മാറി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ചുമ്മാതെ അവിടെ നിന്ന് 2 പാട്ട് പാടി ഒരു പ്രാർത്ഥിച്ച് പോവാന്നോ, അല്ലെങ്കിൽ എന്തുവാ ഇതിന്റെ ലക്ഷ്യം, എങ്ങനെ ഇത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്? അത് അടുത്ത പോയിന്റിലുണ്ട്. 4ാമത്തെ പോയിന്റ്, 22ാമത്തെ വാക്യം. എല്ലാവർക്കും എല്ലാമായി തീർന്നു. ബലഹീനന്മാരെ നേടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. നമുക്കാർക്കും നമ്മുടെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവരെ അറിയിക്കുന്ന ഇഷ്ടമില്ല. നമ്മളെ തന്നെ ഒരു ബലഹീനനായിട്ട് കാണിക്കാൻ നമുക്കിഷ്ടമല്ല. നമുക്കൊരു കുറവുണ്ടെന്നോ ഒരു കഴിവില്ലെന്നോ കാണിക്കാൻ ഇഷ്ടമല്ല. നമ്മൾ അറിയാമായിരിക്കും, അത് അംഗീകരിക്കുകയും ചെയ്യും. എന്നാലും മറ്റുള്ളവരുടെ മുമ്പായി വരുമ്പോൾ കുഴപ്പമില്ല, ഞാൻ തികഞ്ഞവനാ, ഞാൻ എല്ലാത്തിനും റെഡിയാണ്. യേശുക്രിസ്തു എങ്ങനെയാ ഈ ഭൂമിയിലോട്ട് വന്നത്? ഒരു ബലഹീനനായിട്ടല്ലയോ വന്നത്? 53ാമത്തെ അധ്യായം യെശയ്യാപ്രവചനം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. യേശു വന്ന രീതി, യേശുവിൻ്റെ അപ്രോച്ച്, യേശുവിൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയ മിനിസ്ട്രിങ്. അടുത്ത 4ാമത്തെ, മിനിസ്ട്രിങ് ടു ദ വീക്ക് ആൻഡ് ബ്രോക്കൺ. ബലഹീനരായിട്ടുള്ളവരും തകർന്നവരോടും ശുശ്രൂഷിക്കുന്ന. മിനിസ്ട്രിങ് ടു ദ വീക്ക് ആൻഡ് ബ്രോക്കൺ. തകർന്നവരും ബലഹീനരായിട്ടുള്ളവരോടും ശുശ്രൂഷിക്കാൻ. എങ്ങനെയാ ശുശ്രൂഷിക്കുന്നറിയോ? നമ്മൾ തികഞ്ഞവരെന്ന് കാണിക്കാനല്ല, എന്നാലും നമ്മളും ബലഹീനരാണ്. അപ്പം ചിലർ പറയും, അങ്ങനാണെങ്കിൽ അവര് യേശുവിനെ കുറിച്ച് എന്ത് ചിന്തിക്കും? ചിലർ പറയുമല്ലോ, ഓ ഈ ക്രിസ്ത്യാനികളുടെ സഭകളൊക്കെ ഒന്നും ശരിയല്ല, അവിടെ പാപം ചെയ്യുന്നവരുണ്ട്, അവരിങ്ങനെ ഉള്ളവരുണ്ട്, അങ്ങനെ ഉള്ളവരുണ്ട്, പണത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്, എല്ലാവരും പണത്തിന് വേണ്ടി അല്ല. ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സഭയെക്കുറിച്ച് പറയും അല്ലേ? കേട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ പറയും, സൗര അതെല്ലാം ശരിയാ, ഇത്രയും സ്നേഹമുള്ള ഒരു കർത്താവായതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. നമ്മളെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുക, ഓ ശരിയാ അവരെങ്ങനാ, നമ്മുടെ സഭ ഒരു പ്രശ്നമില്ല, അങ്ങനൊന്നും പറയാൻ പോണ്ട. വിന്നേഴ്സ് ചർച്ചിൽ എങ്ങനും പ്രശ്നമില്ല, ആ പ്രശ്നമില്ലേ? ആര് പറഞ്ഞു? ഇഷ്ടം പോലെ നമുക്കും പ്രശ്നമുണ്ട്. എവിടൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളും അധികം ഇവിടെ ഉണ്ട്. എന്നാലും ഒരു പ്രത്യേകത പറഞ്ഞോട്ടെ, യേശു നമ്മളെ സ്നേഹിക്കുന്നു, പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവരോട് പറയാം, ഞങ്ങളെപ്പോലുള്ള പാപികളായിട്ടുള്ളവര്, തകർച്ചയുള്ളവര്, വീക്ക്നെസ് ഉള്ളവര്, ബലഹീനരായിട്ടുള്ളവര്, തകർച്ചയുള്ളവര്, ഞങ്ങളെ സ്നേഹിക്കാൻ ഒരു കർത്താവുണ്ട്. അതാ നിങ്ങളോടൊന്ന് പറയുന്നത്. ആൾക്കാർ ചിലപ്പം പറയും, നിങ്ങൾ ശരിയല്ല. കറക്റ്റാ, ഞങ്ങൾ ശരിയല്ല. ശരിയല്ലാത്തവരെ രക്ഷിക്കാൻ വേണ്ടി, ശരിയല്ലാത്തവരെ സ്നേഹിക്കാൻ വേണ്ടി ഒരു യേശു വന്നിട്ടുണ്ട്. ആ യേശുവിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവര് ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അവരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നേരെ തിരിച്ച് നമ്മൾ വിരളിയുണ്ടോ അവരല്ലേ? നിങ്ങൾ ശരിയല്ലോ, നിങ്ങളുടെ കൂട്ടർ ശരിയല്ലോ, നിങ്ങളുടെ പള്ളിയിലുള്ളവർ ശരിയല്ലോ. അതെല്ലാം കറക്റ്റാ, അത് പറഞ്ഞാൽ മതി, അതെല്ലാം കറക്റ്റാ, ഞാൻ ഒട്ടുമേ ശരിയല്ല. എന്നാലും ഈ ശരിയല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകണമെന്നില്ല. ചിലർ പറയും, നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ, ഈ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഒത്തിരി അറിവ് വേണം. ഇല്ല. പൗലോസ് പറഞ്ഞ എന്തുവാ? അധികം അറിവ് എന്ത് ചെയ്യുന്നു? മനുഷ്യരെ ചീർപ്പിക്കുന്നു അല്ലേ? നിഗളം ആക്കുന്നു, ഒരു പ്രൈഡ് ആക്കുന്നു, അറിവ് കൂടുന്നത്. ഒത്തിരി അറിവ് കൂടിയിട്ട് കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഭോഷന്മാരാണോന്നും അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇഗ്നറൻസ് ഏതാണ്ട് വലിയ കാര്യം അതുമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. മിനിസ്ട്രിങ്
ടു ദ വീക്ക് ആൻഡ് ബ്രോക്കൺ. 4 കാര്യങ്ങൾ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നാമത്, നമ്മുടെ ലക്ഷ്യം എന്തുവാ? മറക്കല്ലേ, നമ്മുടെ ലക്ഷ്യം എല്ലാവരും കർത്താവിലേക്ക് നേടണം. അതെന്തിനാ ആ ഒരു ലക്ഷ്യം? നമുക്ക് വേറെ പണിയില്ലയോ? നമ്മുടെ കാര്യം നോക്കിയാൽ പോരായോ? ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തും, നമ്മുടെ കാര്യം നോക്കിയാൽ പോരായോ? പോരാ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ നേടിയ കർത്താവ്, സ്തോത്രം, നമ്മളെ സൃഷ്ടിച്ച പിതാവ്, ആ പിതാവിൻ്റെ ദൗത്യം നമുക്ക് തരുക. ആ പിതാവ് ചോദിക്കുക നമ്മളോട്, യേശുവിൽ കൂടെ തന്നെ ചോദിച്ചു, ബാ എന്നെ വന്ന് അനുഗമിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 50, 52, 58 ആ വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. യേശു പലരും ക്ഷണിക്കുന്നു, ബാ എന്നെ അനുഗമിക്ക്. പലരും എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ അവരോട് യേശു പറഞ്ഞു, അതൊക്കെ നീ വിട്, എന്നാലും നീയോ പോയി സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക. അതുകൊണ്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു വളരെ ക്ലിയറായിട്ട് പറഞ്ഞതും നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, ആ പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത്, ആ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മൾ ഏറ്റെടുത്ത് അതേപോലെ ശുശ്രൂഷിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒത്തിരി ഉദാഹരണങ്ങൾ എടുക്കാനുണ്ട്. യേശുവിൻ്റെ പല ഉപമകളിൽ അതുണ്ട്. എന്നാലും അതെല്ലാം എടുത്ത് പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. അപ്പോഴൊന്ന്, എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നേടുന്നതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാമത്, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരോട്, പല മതത്തിലുള്ള ആൾക്കാർ, അവരുടെ ശുശ്രൂഷിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. എന്നാലും നമ്മുടെ മനോഭാവം, നമ്മുടെ രീതി നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അവരുടെ വിശ്വാസം തെറ്റാണെന്നോ, അവരുടെ വിശ്വാസം ശരിയല്ലെന്നോ, അവരുടെ ദൈവങ്ങളെയോ അവരുടെ പള്ളിയോ ഇതൊന്നും താഴ്ത്തു കെട്ടാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. അതൊന്നുമല്ല ചെയ്യേണ്ടത്. അവരെ സ്നേഹിക്കുക, അവരെ കരുതുക, അവരെ ഒന്ന് മനസ്സിലാക്കുക. എത്ര റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരേതോ സത്യം തേടിക്കൊണ്ടിരിക്കുക. അതോൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള പല ആവശ്യങ്ങൾ അത് നിറവേറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ അടുത്ത് വരെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, അവർ വരും. എന്നാലും വരുന്ന രീതി അവർ തെറ്റ് കാണിച്ചോടുന്ന രീതിയല്ല. അവരെ നമ്മൾ താത്തുകെട്ടി, അതൊന്നുമല്ല രീതി. യേശുവിനെ പോലെ ഒരു ദാസനെ പോലെ നമ്മളായിത്തീരുക, പൗലോസിനെ പോലെ നമ്മളൊരു ദാസനെ പോലെ ആയിത്തീരുക. മൂന്നാമത്, ഒരു മതമില്ലാത്തവർ, ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയിത്തീർന്നു. സ്തോത്രം. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മതമില്ലെന്ന് പറയുന്നവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ ജീവിതം, അവരുടെ വേദന, അവരുടെ കഷ്ടത ഒന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രയാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇടപെട്ട് ആരോടാണെന്നറിയാമോ? ആ സമൂഹത്തിൽ ഏറ്റവും തകർച്ചയിലായിരുന്നവർ. അടുത്ത് 4-ാമത്തെ പോയിന്റിലോട്ട് വരാം. ബ്രോക്കൺ ആയിട്ടുള്ളവർ, വീക്കായിട്ടുള്ളവർ, ബലഹീനരായിട്ടുള്ളവർ, തകർച്ചയിലായിരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരോടാണ് യേശു ശുശ്രൂഷിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മളും ശുശ്രൂഷിക്കാൻ ഒരു ആഹ്വാനം കർത്താവ് തരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോഴും ഓർത്തോണം, നമ്മളേതാണ്ട് തികഞ്ഞവരാ, നമ്മളേതാണ്ട് പെർഫെക്റ്റ് ആണെന്നുള്ള മനോഭാവത്തോടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്കും വേദനയുണ്ട്, നമുക്കും തകർച്ചയുണ്ട്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ വിടത്തില്ല. അവസാനം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എത്രയോ പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എത്രയോ പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന, കർത്താവേ, ഒരു ലോങ് ടേം മെഡിസിൻ ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാലും മെഡിസിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതൊരു തകർച്ചയാണ്, അതൊരു ദുഃഖമാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, എൻ്റെ ശരീരം പെർഫെക്റ്റ് അല്ല. എന്നാലും സൗഖ്യമാക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം പലരോടും നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഉടനെ വിരൽ ചൂണ്ടും. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങനെ അല്ലയോ,
നിങ്ങളെ കണ്ടില്ലോ, ഇത് ഇങ്ങനെ, അതങ്ങനെ, നിങ്ങളുടെ മനോഭാവം ഇങ്ങനെ, നിങ്ങളുടെ പ്രവൃത്തികൾ ഇങ്ങനെ, നിങ്ങളുടെ പള്ളി ഇങ്ങനെ, നിങ്ങളുടെ പാസ്റ്റർമാരിങ്ങനെ, നിങ്ങളുടെ ഓരോരുത്തരിങ്ങനെ, ഇതൊക്കെ പറയുമായിരിക്കും. ശരിയാ, നിങ്ങൾ പറയുന്ന ഒക്കെ കറക്റ്റാ, എല്ലാം കറക്റ്റാ. ഇങ്ങനെയുള്ള ശരിയല്ലാത്ത കുറേ ആൾക്കാരാ, അത് അംഗീകരിക്കുന്നു. എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരു യേശു, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി വന്ന് ക്രൂശിൽ മരിച്ചൊരു യേശു, ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരോടും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചിലർ പറയും, അപ്പം നിങ്ങളും ഞങ്ങളുമായിട്ട് എന്ത് വ്യത്യാസം, നിങ്ങളും ലോകമായിട്ട് എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമേ ഉള്ളൂ, യേശുവാണ് ആ വ്യത്യാസം കൊണ്ടുവരുന്നത്. ആ യേശുവിൻ്റെ സ്നേഹം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതാ എൻ്റെ വലിയ വ്യത്യാസം. സ്തോത്രം. മിനിസ്റ്ററിങ് ടു ദ വീക്ക് ആൻഡ് ബ്രോക്കൻ. ഞാൻ അവസാനത്തെ ഒരു സ്ലൈഡിലോട്ട് വരാം. അപ്പം നമ്മുടെ ലക്ഷ്യം ഒന്നുകൂടെ 23-ാമത്തെ വാക്യത്തിൽ അതൊന്ന് വായിക്കാം. 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിനൊരു പങ്കാളിയാകാൻ വേണ്ടി, അതല്ലയോ യേശു നമ്മളോട് ഒരു ക്ഷണം തരുന്നത്. പൗലോസും അത് പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിനൊരു പങ്കാളിയാകണം. അതെന്ത് ചെയ്യുന്നു? സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഒരു ഓട്ടോയിൽ കയറിയാൽ, ബസ്സിൽ കയറിയാൽ, ഒരു കടയിലോട്ട് പോയാലോ, നമ്മുടെ മനോഭാവം, നമ്മുടെ സംസാരം എല്ലാം സുവിശേഷം നിമിത്തം. അവർ നമ്മളെ കളിപ്പിച്ചാലോ, നമുക്ക് നഷ്ടമുണ്ടായാലോ, നമ്മളെ അവർ താത്തുകെട്ടി പറഞ്ഞാലോ, നമ്മളെ അവർ കളിയാക്കിയാലോ, സകലവും സുവിശേഷം നിമിത്തം, സകലം സുവിശേഷത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തിന് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ജീവിക്കണം? എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് പണിതെടുക്കണം, എൻ്റെ കുടുംബം ഒന്ന് പണിതെടുക്കണം, എൻ്റെ കാര്യങ്ങളൊന്ന് ക്രമമാക്കണം. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഞാൻ യേശു പറഞ്ഞൊരു കാര്യം മറക്കല്ലേ. എന്തുവാ യേശു പറഞ്ഞത്? ഒരുവൻ അവനെ തന്നെ രക്ഷിക്കാൻ നോക്കിയാല് ശരിയാവത്തില്ല. നമ്മുടെ ജീവിതം ശരിയാക്കുന്ന ഒരു ലക്ഷ്യമാക്കിയാൽ, നമ്മുടെ കുടുംബം എല്ലാം സംരക്ഷിച്ച് ഒന്ന് റെഡിയാക്കണമെന്നുള്ള അത് ലക്ഷ്യമാക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ തലമുറ, ഇതൊന്നും നമ്മുടെ ലക്ഷ്യമാകാൻ പാടില്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. എന്നാലും നമ്മുടെ മുഖ്യ ലക്ഷ്യം അതല്ല. നമ്മുടെ മുഖ്യ ലക്ഷ്യം ഇതാണ്: കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അതാണ് നമ്മുടെ സഭയുടെ ദൗത്യം അങ്ങനെ കൊടുത്തേക്കുന്നത്. കർത്താവിൽ നമ്മൾ വളരുകയും മറ്റുള്ളവർക്ക് ആ കർത്താവിനെ പകർന്നു കൊടുക്കുകയും. സുവിശേഷത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സ് നമ്മൾ റെഡിയാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, ആരൊക്കെയാണോ, നമ്മളെല്ലാവരും ആ സുവിശേഷത്തിന് വേണ്ടി ഇവിടെ റെഡിയായിരിക്കണം. ആരാ സുവിശേഷ വേലക്കാർ? ആരാ ശുശ്രൂഷകർ? ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ മതി. ആ ഇരിക്കുന്ന വ്യക്തികൾ, അവരാ ഇവിടുത്തെ ശുശ്രൂഷകർ. അത് നമ്മൾ ഏറ്റെടുക്കണം. ആ ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുത്ത്, കർത്താവേ, ഈ സമൂഹത്തിന്, ഈ കൾച്ചറിന് റെലവൻ്റ് ആയിട്ടൊരു ശുശ്രൂഷ. ഞാനൊരു കാര്യം കൂടെ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇവിടുത്തെ പ്രസംഗത്തിൻ്റെ രീതിയാണെപ്പോലും പുറത്തുനിന്നൊരു വ്യക്തി കയറി വന്നാൽ ഇത് മനസ്സിലാകാൻ ഒക്കുന്ന രീതിയിൽ വേണം. നമ്മുടെ ഭാഷ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഭയങ്കരം തിയോളജിക്കലായിട്ട് ഹെവി ആയിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ഇവിടുത്തെ പ്രസംഗത്തിലാണേലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപാടിലും സിമ്പിളായിട്ട്
ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ ഒക്കുന്ന രീതിയിൽ വേണം നമ്മുടെ സംസാരം. ചിലർ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എന്താ പ്രൈസ് ലോഡ് എന്ന് പറയാത്തത്? ആരോടെങ്കിലും കാണുമ്പോഴേ ഒന്ന് പ്രൈസ് ലോഡ്. ഞാൻ പറയും, എനിക്ക് അങ്ങനെ പ്രൈസ് ലോഡ് എന്ന് പറയുന്നവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞാൻ പറയാത്തതിൻ്റെ കാരണം ഉണ്ട്. എനിക്ക് സിമ്പിളാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു അവിശ്വാസി കയറി വന്നാൽ അവരോട് പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പിടി കിട്ടത്തില്ല. എന്തുവായി പറയുന്നത്? എല്ലാം നമ്മുടെ ചിന്ത എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഒരു വ്യക്തി പുറത്തുനിന്ന് കയറി വന്നാൽ അവരെങ്ങനെ ഇത് മനസ്സിലാക്കും? അവർക്കിത് അക്സെപ്റ്റിംഗ് ആണോ? പിന്നെ നമ്മുടെ സമൂഹം എന്നുള്ള നിലയിലും നമ്മളും ഒരു അക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കണം. കയറി വരുന്ന വ്യക്തികളെ നമ്മൾ എല്ലാവരും ഒന്ന് റിസീവ് ചെയ്യുന്ന മനോഭാവമായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് എപ്പോഴും താഴോട്ടൊന്ന് നോക്കി എവിടെ നിന്ന് കയറി വന്നതാന്നുള്ളൊരു നോട്ടം, അതൊന്നുമല്ല അതല്ല നമ്മുടെ രീതി. അങ്ങനെ ആകരുത്. മനസ്സിലാവും? ചിലപ്പം അവരുടെ രീതികൾ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം നമ്മൾ. സാരമില്ല, കർത്താവ് നമ്മളെ ഇഷ്ടപ്പെട്ടല്ലോ. എങ്ങനെയാണെന്ന് ആർക്കറിയാം? എന്നാലും കർത്താവ് നമ്മളെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളെ സഹിക്കുന്ന കർത്താവ് ആരെയും സഹിക്കാനും ആരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവത്തോടെ നമ്മൾ നിൽക്കണം. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടൊരു വ്യക്തി കയറി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ അടുത്ത് ചെല്ലണം, അവരോട് സംസാരിക്കണം. ആരെങ്കിലും മൗനമായിട്ടിരിക്കുന്നത് കണ്ടാൽ അവരുടെ അടുത്ത് പോയിരിക്കണം. ആരെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് കണ്ടാൽ ഉടനെ തന്നെ അവരുടെ അടുത്ത് ചെല്ലണം. അത് നമ്മുടെ ഒരു രീതിയാക്കിയെടുക്കണം. ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാന്നേലും പരിചയമുള്ള ആൾക്കാരുടെ കൂടെ എപ്പോഴും പോയി നിൽക്കരുതേ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പലരോടും ഞാൻ ചോദിക്കും, ഇവൻ്റെ പേരെന്തുവാ, ഇവളുടെ പേരെന്തുവാ? അത് പോയി പരിചയപ്പെട്ട് ചോദിക്കുക, മനസ്സിലാക്കുക. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ മനസ്സ് തുറന്ന് ആൾക്കാരെ സ്വീകരിക്കാനും നമ്മുടെ ഹൃദയം തുറന്ന ആൾക്കാരെ സ്നേഹിക്കാനും ബുദ്ധിമുട്ടാണ്, പ്രയാസമായിരിക്കാം. എന്നാലും അത് നമ്മൾ ആ ഒരു പ്രയാസത്തോട് കർത്താവിൻ്റെ സന്നിധി ചെല്ലണം. നമ്മൾ കർത്താവെ എനിക്ക് ഒക്കുന്നില്ല, കാരണം മുൻവിധി ഇങ്ങനെ കിടക്കുക. കണ്ടില്ലയോ, ഒരു നോട്ടം കണ്ടില്ലയോ, അവരുടെ വസ്ത്രം കണ്ടില്ലയോ, അവരുടെ മനോഭാവം കണ്ടില്ലയോ, അവരുടെ നിപ്പ് കണ്ടില്ലയോ, അവരുടെ നടപ്പ് കണ്ടില്ലയോ എന്ന് നമ്മളെപ്പോഴും മുൻവിധി. കർത്താവെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുൻവിധി കിടക്കുന്നത്, ക്ഷമിക്കണം കർത്താവെ, ആ മുൻവിധി എനിക്കൊന്ന് മാറ്റി. പല പ്രെജുഡിസ് നമ്മൾ പലരെക്കുറിച്ചുള്ളതുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി കർത്താവെ ഒന്ന് എല്ലാവരും ഒന്ന് അതേപോലെ ഒന്ന് ക്ഷമിക്കാനും സ്നേഹിക്കാനും